ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് മൈ ഫ്രോക്സിൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ കേക്കിൻ്റെ വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓവൻ ഇല്ല എന്ന് ഓർത്താരും വിഷമിക്കേണ്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഈ കപ്പാണ് യൂസ് ചെയ്യുന്നത്, മെഷറിംഗ് കപ്പായിട്ട്. ഇതൊരു 200 ഗ്രാം വരുന്ന കപ്പാണ്. അപ്പം നിങ്ങൾ എടുക്കുന്നത് ഏത് കപ്പാണോ, ഇപ്പോൾ ചെറുതോ വലുതോ ഒക്കെ ആവാം, ആ കപ്പിനെ ബേസ് ചെയ്തായിരിക്കണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടതെന്നേ ഉള്ളൂ. ഇതേപോലത്തെ കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കുന്നു. സൺഫ്ലവർ ഓയിലാണ്. ഇനി ഈ ഓയിലിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതാണിത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. 2 മുട്ട നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഫ്ലഫി ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കണ്ടോ, മേളിലൊരു പത പോലെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സമയമെടുത്ത് തന്നെ ഇതിനെ ഒന്ന് ഇളക്കി നല്ല ഇതുപോലെ ആക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1 നുള്ളു ഉപ്പ്, ഇത്രയും സാധനങ്ങളെടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഈ മിക്സിയിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം കൂടി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ഈ മിക്സിയിലേക്ക് ഇട്ട് ഇളക്കി എടുക്കാം. ഒറ്റയടിക്കാൻ ഇടരുത്, കുറേശ്ശെയായിട്ട് ഇട്ടെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഇടുന്നു. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ 1/4 കപ്പ് കാഷ്യൂനട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയെടുക്കാം. കാഷ്യൂനട്ട് അല്പം ഒരു 1/2 കപ്പൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. കാഷ്യൂനട്ട് നുറുക്കിയതാണ്, ഫുള്ളായിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആപ്പിൾ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് 1/4 കപ്പ്, ഈ കപ്പിന് 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു മീഡിയം 2 ആപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ആപ്പിൾ കിട്ടും. എന്നിട്ട് ഇതിനെയും ഈ ആപ്പിൾ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി നന്നായിട്ട് ഇളക്കണ്ട, മറ്റേ ആദ്യമൊക്കെ ചെയ്തതുപോലെ ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു തവി കൊണ്ട് ഇളക്കിയാലും മതി, ഈ വിസ്ക് മാറ്റി വെച്ചിട്ട് ഒരു തവി കൊണ്ട് ഇളക്കിയാലും മതി. എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ നല്ല ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം ഇതുപോലെ ഗ്യാസിൽ വെച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ബാറ്റർ ഒഴിച്ച് വെക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് ചൂടാക്കുക. 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം. ഇത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ആ ബാറ്റർ കേക്ക് ട്രേയിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇതേ സെയിം പാത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ, നല്ല ചുവട് കട്ടിയുള്ള അലൂമിനിയം പാത്രം ആയാലും മതി, നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് ഇതുപോലെ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ടുണ്ട്. നമ്മളിതിന് കേക്കിന് ഒഴിക്കാൻ ഉപയോഗിച്ച് സെയിം ഓയിൽ തന്നെ. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഓയിൽ തൂവിയിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ ട്രേയിൽ മാത്രം ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. അപ്പം നമ്മുടെ ഈ ബാറ്റർ 10 മിനിറ്റൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഒന്നുകൂടി ആ ആപ്പിളൊക്കെ ഇറങ്ങി അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി ഒന്നുകൂടി കണ്ടോ നല്ല ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മെല്ലെ ഇതിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഇങ്ങനെ അതിൻ്റെ എയർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തട്ടി കൊടുക്കുക. ഇതിനുശേഷം നമുക്കിതിനെ ഗ്യാസിൽ വെച്ചിരിക്കുന്ന ആ പാനിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്
ഇതിലേക്ക് ഈ ട്രേ ഇറക്കി വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ മൂടിയെടുത്ത് നന്നായിട്ട് അടയ്ക്കാം. ഒട്ടും ആവി പുറത്തു പോകാത്ത രീതിയിൽ വേണം അടയ്ക്കാൻ. അപ്പം ശ്രദ്ധിച്ചോണം, ഇതുപോലെയുള്ള ചില പാത്രങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ ഒരു ഹോൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹോൾ നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക. ഒട്ടും പുറത്തു പോകരുത്, ആവി പുറത്തു പോകാത്ത രീതിയിൽ തന്നെ അടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ ഇതുപോലെ വെക്കുക. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ മുകൾ ഭാഗം നല്ല ബ്രൗൺ കളറാകും. അപ്പോൾ നമുക്ക് ഈ മൂടി പൊക്കി നോക്കിയിട്ട് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ഫോർക്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് 1 മണിക്കൂറായി. ഞാനിപ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതേ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂടി ഒന്ന് തുറന്നു നോക്കുകയാണ്. പിന്നെ സൈഡൊക്കെ ഇത് ഏകദേശം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഫോർക്കിലൊരു ഒന്നും പറ്റിയിരിപ്പില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്, കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ ഇതേ വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സൈഡ് വിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ കത്തി കൊണ്ട് ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് നമുക്ക് കമത്തി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. നമുക്ക് മെല്ലെ പൊക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും നന്നായിട്ട് ഓയിൽ തടവിയാൽ മതി ആ പാനിൽ. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതേ ഇങ്ങനെ മെല്ലെ അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഭാഗവും ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് ഈ ഭാഗവും വെന്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വെക്കാം. ഇതേ നമ്മൾ തിരിച്ചു വെച്ചു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ ജാമൊക്കെ ഉണ്ടെങ്കിൽ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ഷൈനിങ് ഒക്കെ വരും. നമുക്കപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ, പഞ്ഞി പോലെയുള്ള കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് കൂടിയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, പുറമേ നിന്നുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.